റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭരണമാറ്റത്തിന് പിന്നാലെ പാലക്കാട് എക്സൈസിൽ കൂട്ട സ്ഥലം മാറ്റം. 8 വനിതകൾ ഉൾപ്പെടെ 59 ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് വിമുക്തി പ്രവർത്തനങ്ങളിൽ മികവ് കാണിച്ചില്ല എന്ന് കാട്ടിയാണ് ഈ ഒരു കൂട്ട സ്ഥലം മാറ്റം. UDF-ന് ഭരണം ലഭിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ശുപാർശയിലാണ് മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള സ്ഥലം മാറ്റ നടപടിയെന്ന ഉദ്യോഗസ്ഥർ ആരോപിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇപ്പോൾ ഭരണം മാറിയതിന്റെ ആദ്യ ദിവസങ്ങളാണ്, സ്ഥലം മാറ്റത്തിന്റെ ഒക്കെ ഒരു സമയമാണ്. നിരന്തരമായി പല സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലം മാറ്റ വാർത്തകൾ കേൾക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് എക്സൈസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഷിഹാസ്, പാലക്കാട് എക്സൈസിൽ 8 വനിതകൾ ഉൾപ്പെടെ 59 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് അനുകൂല സംഘടനാ ഭാരവാഹികളുടെ ആവശ്യപ്രകാരമാണ് ഈ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ഒരു ആരോപണമായി ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനിലെ ഇടത് അനുകൂല സംഘടനാ ഭാരവാഹികളെയാണ് ഇപ്പോൾ കൂടുതലായി ഈ സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു പരാതിയായി ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്, ഈ സ്ഥലമാറ്റ ഉത്തരവ് അത് ചട്ടവിരോധമാണ്, അല്ലെങ്കിൽ അത് നിയമപ്രകാരമല്ല എന്നുള്ളത്. കാരണം എക്സൈസിലെ എല്ലാ ഫീൽഡ് ഓഫീസുകളുള്ള ഉദ്യോഗസ്ഥർക്കും കുറഞ്ഞത് 2 വർഷം ഒരേ ഓഫീസിൽ തന്നെ ജോലി ചെയ്യാം എന്നുള്ളത് സർക്കാർ ഉത്തരവിൽ തന്നെയുണ്ട്. ആ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകൾക്കും ഈ സ്ഥലമാറ്റ ഉത്തരവ് വന്നിരിക്കുന്നത്. കാരണം 3 മാസമേ ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥരും പുതുതായി സ്ഥലമാറ്റം ലഭിച്ച ചില ഓഫീസുകളിൽ എത്തിയിട്ട്, പക്ഷേ അവരെ ഉൾപ്പെടെ ഈ ഭരണം മാറിയപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ചില നടപടികളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ചില ഉദ്യോഗസ്ഥർ കരുതുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ സ്ഥലമാറ്റ ഉത്തരവിൽ പറയുന്നത് എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ ഈ വിമുക്തി സേവനങ്ങളിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകളെ തുടർന്നുള്ള സ്ഥലമാറ്റമാണ് എന്നുള്ളത്. പക്ഷേ പാലക്കാട് ജില്ല നമുക്കറിയുന്ന പോലെ തന്നെ സംസ്ഥാന അതിർത്തി വരുന്ന ജില്ലയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഈ ലഹരി മരുന്ന് ഇടപാടുകളെല്ലാം ഏറ്റവും കൂടുതൽ പിടികൂടുന്നൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഡ്യൂട്ടിയിലൊന്നും യാതൊരു രീതിയിലുള്ള വീഴ്ച വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം വന്നിരിക്കുന്നത് അത് ചില രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗം തന്നെയാണ്. ഏതായാലും ഇതൊരു പുനർപരിശോധിക്കേണ്ട തീരുമാനമാണ്, അല്ലെങ്കിൽ ഉത്തരവാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസിന് അകത്ത് തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്. ഈ കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനിലെ ഇടത് അനുകൂല സംഘടന അവർ വലിയ രീതിയിൽ ഇതിലൊരു ഈ പ്രശ്നത്തിലാണ്. കാരണം അവരുടെ ജില്ലാ ഭാരവാഹികളെ എല്ലാം കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പലരും ഇതിൽ തന്നെ 3 മാസമായിട്ടുള്ള പല ഓഫീസുകൾക്കും പുതുതായി എത്തിയിട്ട്, പക്ഷേ അവരെ എല്ലാം ഇപ്പോൾ ഈ സ്ഥലം മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൃത്യമായി തന്നെ സർക്കാർ രേഖകളിൽ, സർക്കാരിന്റെ ഉത്തരവിൽ തന്നെയുണ്ട് ഒരു ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും ഈ ഫീൽഡ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് 2 വർഷം ഒരു എക്സൈസ് ഓഫീസിൽ തുടരാമെന്നുള്ളത്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സ്ഥലമാറ്റ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള അമർഷമുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.